നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ദേവേനി വിഷമത്തോടു കൂടി ജയന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. പിന്നീട് ജയനോട് കാര്യങ്ങൾ പറയാണ്. നയനമോള് ഈ വീട് വിട്ട് പോകാൻ ഒരുങ്ങുവാണ്. നയനമോൾക്ക് ആദർശിന്റെ അരിയിലേക്ക് പോണെന്ന്. ഇത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? എനിക്കറിയില്ല ജയേട്ടാ, നയനമോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാല് ഈ സമയത്ത് ഭർത്താവ് അരിയെ വേണ്ടതല്ലേ? അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദർശില്ലാത്തോണ്ട് അവൾക്ക് നല്ല വിഷമാ. അവൾക്ക് ആദർശിനെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ടെൻഷനാ. ആദർശിന് ഇനി വല്ല വയ്യായിക എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ പേടിയുണ്ട്. അതുകൊണ്ടാന്ന് തോന്നേ നേരാമണ്ണൻ രാത്രി ഉറക്കമില്ല, ആഹാരം കഴിക്കണില്ല, ഇതൊന്നുമില്ല. അത് കേട്ടപ്പോ ജയൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ആദർശ് സ്വയവേ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പോയതല്ലേ, നമ്മളാരും അവനെ പറഞ്ഞു വിട്ടല്ലോ. ദേവേന് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ ജയേട്ടാ, പക്ഷേ എങ്കില് ഞാനൊരു അമ്മയല്ലേ, എനിക്കിത് കണ്ടില്ല കേട്ടിരുന്ന് നടിക്കാൻ പറ്റില്ല. നയനമോളെ ഞാനിപ്പം മരുമോളായിട്ടല്ല മോളായിട്ടാ കാണുന്നേ. അവൾക്കൊരു വയ്യായിക വന്നാല് മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായാല് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ദേവേനി നീ വിഷമിക്കാതിരിക്കുക. ആദർശ് പോയതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അവൻ പോയിട്ട് വരട്ടെ. അവൻ പോയിട്ട് വന്നു കഴിയുമ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അവൻ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ വരണമെന്ന് എൻ്റെ ആഗ്രഹം. ദേവേന് പറഞ്ഞു, അതെ എനിക്ക് നല്ല വിഷമമുണ്ട് ചേട്ടാ. ആദർശ് പോയതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ നയനമോളും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുക. ആ സമയത്ത് എനിക്ക് എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. നയനമോളും കൂടെ ഈ വീട് വിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും കൂടെ പോയാലും തീരുമാനിക്കുക. നീ പോവാനോ? അത് ചെയ്യട്ടാ, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നയനമോൾക്ക് ഈ സമയത്ത് കൂടെ ഒരു സപ്പോർട്ട് വേണം, ആരെങ്കിലും വേണം. നയനമോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ആദർശിന് നയനമോളുടെ കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും? അത് കേട്ടപ്പം ജയൻ പറഞ്ഞു, അല്ല അങ്ങനെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ പോയിക്കോ, ഞാൻ നിന്നെ തടയത്തില്ല. കാരണം ഇപ്പൊ നമ്മള് പ്രാധാന്യം കൊടുക്കണ്ടേ നയനയ്ക്കും നയനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, അതുകൊണ്ട് ഞാനും കൂടെ അവളോടൊപ്പം പോകാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്താണ് നയന അങ്ങോട്ടേക്ക് വരുന്നത്. നയന വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താണെങ്കിലും എൻ്റെ കൂടെ വരണ്ട, ചന്തുമോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചന്തുമോളെ കൊണ്ടുപോകുന്ന നയന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്തുമോൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു, അതെന്താ മോളെ? ചന്തുമോൾ ഇവിടെ നിന്നോട്ടെ, തൽക്കാലത്തേക്ക് ഞാൻ മാത്രം പോയിക്കോളാം, അമ്മയും കൂടെ വന്നാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? അവൻ എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ലേ? വരുവച്ചാ, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടത്തില്ല. ഒരു പക്ഷെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ആദർശേണ്ണോ അത് വലിയ വിഷമത്തിന് ഇടയാക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീട് വിട്ട് പോകാൻ തീരുമാനിച്ചേ. അതിപ്പോൾ ആരോടുമുള്ള ദേഷ്യമല്ല. പിന്നെ മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ, മുത്തശ്ശൻ പഴയതുപോലെ ഒന്നുമല്ല. മുത്തശ്ശൻ എല്ലാവരുടെയും ദേഷ്യമാണ് ഇപ്പോൾ. മുത്തശ്ശൻ്റെ ആ ദേഷ്യമൊക്കെ മാറണം. ഇനി ഞാൻ ഇവിടെ നിന്നാലും മുത്തശ്ശൻ ചിലപ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ദേവേനി പറഞ്ഞു, മോളെ നിന്നോട് ഞങ്ങൾ എന്ത് പറയാനായിട്ടാ? നീ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എതിർക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് നയന് പോയിട്ട് ആദർശനെ വിളിക്കുകയാണ്. ആദർശനെ വിളിച്ചിട്ട് താൻ വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അപ്പോഴേക്കും ആദർശന്, വേണ്ട നയനെ, നീ വരണ്ട, ഞാൻ പറഞ്ഞല്ലോ, നീ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന് പറഞ്ഞു, ആദർശേട്ടൻ അങ്ങനെ പറയരുത്, കാരണം ആദർശേട്ടൻ ഇല്ലാതെ എനിക്കിവിടെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആദർശൊന്നും മിണ്ടിയില്ല. കാരണം ഇനിയിപ്പോൾ തർക്കിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നയനയുടെ ഇഷ്ടമാണ്, അതാണെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ അവളുടെ മനസ്സിനെ വെറുതെ വേദനിപ്പിക്കാന്നുള്ളൂ. സാധാരണഗതിയിൽ അവൾ ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കുന്നില്ല. അത്രമാത്രം മനസ്സിന് വേദന ഉണ്ടായിട്ടാ അവൾ ഇങ്ങനെ തീരുമാനം എടുത്തതെന്ന് ആദർശിന് മനസ്സിലായി. ഇതേ സമയത്ത് നവ്യ അറിഞ്ഞു നയന വീട്ടിൽ നിന്ന് പോവുകയെന്ന്. ജലജ അഭിയൊക്കെയാണ് ആ കാര്യങ്ങൾ പറയണേ. അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ നവ്യ നേരെ നയനയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചു. എന്താ നവ്യേച്ചി? അല്ല നീ എന്തിനാ ഇപ്പൊ വീട് വിട്ട് പോന്നേ? ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അതെ എന്റെ ഭർത്താവ് ഉള്ളിടത്തല്ലേ ഞാൻ കഴിയേണ്ടത്. ഓ, ഒരു ഭർത്താവ്? അവൻ നിന്റെ ഭർത്താവാണോ? അനികയെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ചതിച്ച് അതിനകത്തൊരു കുഞ്ഞുണ്ടാക്കിയതാ നിന്റെ കല്യാണത്തിന് മുമ്പ്. എന്നിട്ട് നിനക്ക് നാണമില്ലേ അവനെ ഭർത്താവെന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കാനായിട്ട്? ഇത് കേട്ട് ഇനിയിപ്പം നയന പറഞ്ഞു, ഇതേ നവ്യേച്ചി വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അനാവശ്യമാണോ? ഉള്ള കാര്യ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നയന് പറഞ്ഞു, ദേ എനിക്ക് കൂടുതലൊന്നും പറയാൻ അറിയത്തില്ലാത്തോണ്ടല്ല ഞാനൊന്നും മിണ്ടായിരിക്കുന്നേ. എനിക്ക് ഈ കുടുംബത്തോടും ആദർശനോടൊക്കെ ഒരു കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കത് ചെയ്തേ മതിയാവോട് നവ്യേച്ചെന്ന് പറഞ്ഞു. പിന്നെ കടപ്പാടും കാര്യങ്ങളും അയാളെ പോലെയുള്ള ഒരുത്തരോടൊപ്പം പോയി ജീവിക്കുന്നേക്കാൾ നല്ല അന്തസ്സുണ്ട്.
നയനെ, നീ അയാളെ ഉപേക്ഷിച്ച് പോന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള അത്. എന്തിനാ അയാളെപ്പോഴും ഒരാളോടൊപ്പം ജീവിക്കുന്നത്? ഞാനാണ് ഒരിക്കലും അങ്ങനെ ജീവിക്കില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. പക്ഷെ ഇപ്പോഴും നീ നിന്റെ ഭർത്താവ് എന്നും പറഞ്ഞ് അയാളെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നു. അതിനർത്ഥം എനിക്ക് മനസ്സിലാവാത്തെ. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ചേച്ചിയുടെ ഭർത്താവിന്റെ കാര്യം നോക്കിയാൽ മതി, എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അത് കേട്ടപ്പോൾ നവി പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. നല്ല അന്തസ്സായിട്ട് ഇപ്പം ഞാൻ തന്നെ നോക്കുന്നത്. കാരണം എനിക്കിപ്പോൾ വരുമാനമുണ്ട്. മുമ്പത്തെ പോലെയൊന്നും അല്ല. ഞാൻ പരസ്യ മോഡലായിട്ട് അഭിനയിക്കാനായിട്ട് പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് പൈസ എനിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടിയ പൈസയൊക്കെ ബാങ്കിലും ഇട്ടിട്ടുണ്ട്. എനിക്ക് ജീവിക്കാനായിട്ട് അത് മതി. ഇങ്ങനൊരു സാഹചര്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. നിനക്കും ആവശ്യത്തിന് പൈസ കയ്യിലുണ്ടല്ലോ. ഇതുപോലൊരു ജീവിതം ജീവിക്കുന്നേക്കാളും നല്ല സ്വന്തമായിട്ട് പോയി അന്തസ്സായിട്ട് ജീവിക്കുന്ന. അല്ലെങ്കിൽ നിനക്ക് വീട്ടിൽ പോവാലോ എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി നിൽക്കുവാണെങ്കിൽ ഇതിനും അന്തസ്സുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും നയന് പറഞ്ഞു, അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ചേച്ചി എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അപ്പോഴേക്കും നവി പറഞ്ഞു, അതല്ലേലും അങ്ങനെയാ. നല്ലൊരു ഉപദേശം തരാന്ന് വെച്ചാൽ തലയിലേക്ക് കയറത്തില്ല. അത് കേട്ടപ്പോൾ നയന് പറഞ്ഞു, ചേച്ചിയൊരു കാര്യം ചെയ്യേ. ചേച്ചിയുടെ ഭർത്താവുണ്ടല്ലോ അബി, അവന് കൊണ്ട് ഉപദേശം കൊടുക്കാൻ നോക്ക്. എൻ്റെ അടുത്ത് കൂടുതൽ ഉപദേശമായിട്ട് വരണ്ട. ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തേലുമൊക്കെ വിളിച്ചു പറയും. പിന്നെ അത് ചേച്ചിക്ക് വിഷമാവെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി പറഞ്ഞു, നീ കുറച്ചു നാളായല്ലോ ഈ പറച്ചിൽ തുടങ്ങിയിട്ട്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട്, നീ അങ്ങോട്ട് തുറന്നു പറ. നീ എന്തിനാ മറച്ചു വെക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചേച്ചി അത് താങ്ങത്തില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. നവ്യക്കാണെങ്കിലോ ഭയങ്കര ദേഷ്യമായിരുന്നു. നയന അവിടെ നിന്ന് പോകുന്നോണ്ട്, എന്തിനാ അങ്ങേരുടെ പിന്നാലെ പോകുന്നേ? അങ്ങേരുടെ ചതിയലല്ലേ, എന്നിട്ടും പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവ്യയുടെ മനസ്സിൽ. അങ്ങനെ ഒടുവില് നയനെ ഭാഗമൊക്കെ എടുത്തോണ്ട് വരുമ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ട് വന്നു. മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, മോളെ നീ പോണോ? നീ പോയിട്ടുണ്ട്, നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ അങ്ങക്ക് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി കരയുന്നുണ്ട്. അപ്പോഴേക്കും നയന് പറഞ്ഞു, മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട. ആദർശേട്ടനും കൂട്ടി ഞാൻ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് തിരികെ വരും. അധികം നാളൊന്നും ഞാനിവിടെ പോയി നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് മുത്തശ്ശനാരെല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. ആ സമയം മുത്തശ്ശിയുടെ ഒക്കെ കാല് തൊട്ട് വണങ്ങി അനുഗ്രഹം മേടിക്കുന്നുണ്ട് നയന. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ജലജയ്ക്കും അഭിക്കൊക്കെ ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു കാഴ്ച കാണാൻ വേണ്ടി അവർ കുറെ കാത്തിരുന്നല്ലേ. ഒടുവില് അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരാളായിരുന്നു അവന്തിക. ഇനി ഇറങ്ങേണ്ടതായിട്ട് പലരും ഉണ്ട് ഈ വീട്ടിൽ നിന്ന്. എല്ലാത്തിനെയും അടിച്ചിറക്കണം എന്നൊരു ചിന്തയായിരുന്നു അവന്തികയുടെ മനസ്സിൽ. അച്ഛൻ എന്തായാലും കൃത്യ സമയത്ത് തന്നെയാണ് പണി കൊടുത്തേ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഓരോരുത്തരായിട്ട് ഈ വീട്ടിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം തനിക്കും തന്റെ അമ്മയ്ക്കും ഒക്കെ ഈ വീട് കിട്ടും. എല്ലാരും ഇവിടുന്ന് പോണം. ആ ഒരു ചിന്തയിൽ അവന്തിക്ക് സന്തോഷമായി. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് തകർത്ത് തരിപ്പണമാക്കണം. തൻ്റെ അച്ഛൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ നടക്കണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുറമേ അവള് അങ്ങനെയൊന്നും ഭാവിച്ചില്ല. പുറമേ ഭയങ്കര സങ്കടമാണ് അഭിനയിക്കുന്നത്. അതെ, നയനേച്ചി പോണോ? നയനേച്ചി പോയിട്ടുണ്ട്, അവിടെ തനിച്ചല്ലേ ഉള്ളൂ, എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ നയനയുടെ പ്രീതി പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നയന ഭാഗത്ത് തൂക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ദേവേനി കരയുവാണ് നയനെ കെട്ടിപ്പിടിച്ചിട്ട്. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്ക് എപ്പോൾ വേണമല്ലോ എന്നെ വന്ന് കാണാലോ. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഇങ്ങോട്ടേക്കും വരാലോ. അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കൊണ്ടും വേണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങുന്ന സമയത്താണ് ചന്തുമോൾ അങ്ങോട്ടേക്ക് വന്ന് അമ്മയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ആ വിളി വെച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ നയനിക്ക് സങ്കടമായി. എന്നെയും കൊണ്ടു ഞാനും വരും അമ്മയെന്ന് പറഞ്ഞു. നയനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോഴേക്കും ദേവേനി വന്ന് ചന്തുമോളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഇങ്ങോട്ട് പോരെ. അമ്മയെ പോയിട്ട് ഇങ്ങോട്ട് വരും. കാരണം ദേവേനിക്കറിയാം ചന്തുമോളെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നയനിക്ക് ചന്തുമോളുടെ കാര്യം കൂടെ നോക്കാൻ പറ്റില്ല. പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയം കൂടെ അല്ലേ. അപ്പൊ ആരുടെ സഹായം എന്തെങ്കിലും വേണമല്ലോ. പിന്നീട് ചന്തുമോളോട് പറഞ്ഞു, നമുക്കേ അടുത്ത ദിവസം അമ്മ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. ചന്തുമോള് പറഞ്ഞു, എനിക്ക് അമ്മയോട് വരണമെന്നും പറഞ്ഞ് കരയുക. എനിക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. കാരണം അവൾക്ക് സ്നേഹം കൊടുത്തതിന്റെ 10 മടങ്ങായിട്ട് അവളെ തനിക്ക് സ്നേഹം തരുന്നേ. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആദർശനും നയനയും ദേവേനയും ഒക്കെയാണ്. പിന്നീട് നയന ചന്തുമോളോട് പറഞ്ഞു, ഞാൻ മോളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതെ അമ്മയും അച്ഛനും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറയാണ്. ആ സമയത്ത് നവ്യ പറഞ്ഞു, എന്തിനാ അവളെ ഇവിടെ നിർത്തുന്നേ? രണ്ടുപേരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ നോക്കാൻ ഇവിടെ ആരാ ഉള്ളേ? അല്ല അയാളുടെ അടുത്തേക്ക് കൊണ്ടുവിട, ആദർശിന്റെ അടുത്തേക്ക് കൊണ്ടുവിടാനൊക്കെ നവ്യ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അങ്ങോട്ട് ചെയ്യുന്നു. ദേവേനെ എന്നിട്ട് പറഞ്ഞു, അതെന്താന്ന് വെച്ചാൽ അങ്ങള് ചെയ്തോളാം, നീ കൂടുതൽ കിടന്ന് ഭരിക്കാനൊന്നും വരണ്ട. ചന്തുമോളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണേലും ഞങ്ങൾ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ദേവേന് കുറെ ചീത്ത പറയുന്നുണ്ട് നവ്യെ. നീ കൂടുതൽ ഭരിക്കാതിരിക്കാൻ നല്ലത്. അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവ്യക്ക് ദേഷ്യമായി. നവ്യ ദേഷ്യപ്പെട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്ത് ദേവേനി പറഞ്ഞു, എടാ നിന്റെ കുഞ്ഞ
ഇവളെ നോക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാ, അല്ലാതെ നയനമോൾക്കല്ലാന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് കുഞ്ഞിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. അബി എന്നിട്ട് ചന്തുമോളോട് പറഞ്ഞു, ബാ മോളെ പോവാന്നൊക്കെ പറയണ. ചന്തുമോള് പറഞ്ഞു, ഇല്ല ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ചന്തുമോൾക്ക് അബിയെ ഇഷ്ടമില്ല, തൻ്റെ അച്ഛനാണെന്നും അറിയത്തില്ല. പക്ഷേ എങ്കിൽ എന്തോ അബി ഒട്ടും ഇഷ്ടമില്ല കുഞ്ഞിന്. അങ്ങനെ ചന്തുമോള് പോകാൻ കൂട്ടാക്കില്ല. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ബാ മോളെ ഞാൻ കൊണ്ടാന്നും പറഞ്ഞിട്ട് ചന്തുമോളുടെ കൈയും പിടിച്ചങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. ആ സമയം നയന വിഷമത്തോട് കൂടിയിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.